ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. ഇപ്പോൾ കുറച്ച് കാലമായി നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ട് ഓണം വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ പോയിരുന്നു. അതുകൊണ്ടാണ് ക്ലാസ് ഇടാഞ്ഞത്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, പഠിച്ചിട്ട് കറക്റ്റ് ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്, ഞങ്ങൾക്കിത് നല്ല രീതിയിൽ ഉപകാരമാകുന്നുണ്ട്. അപ്പോൾ പേഴ്സണലായി ചോദിക്കുന്നവരും ഉണ്ട്. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഇടാഞ്ഞത്. നമ്മൾ എത്രയൊക്കെ ബുക്സ് നോക്കിയിട്ടും ബോർഡ് നോക്കിയിട്ടും ഇതുപോലെ ക്ലാസ്സൊക്കെ നോക്കിയിട്ട് പഠിച്ചാലും നമ്മൾ ഇംഗ്ലീഷിൽ കുറച്ചൊക്കെ ഗ്രാമർ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്തും ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ മെയിനായിട്ട് 12 ടെൻസസ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. പിന്നെ ചെറിയ രീതിയിലുള്ള ഗ്രാമർ മിസ്റ്റേക്ക് വരും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇംഗ്ലീഷിലെ ടെൻസസ്, അതായത് 12 ടെൻസസ് ഉണ്ട്. പാസ്റ്റ് ടെൻസ്, ഭൂതകാലത്തിൻ്റെ 4 ടെൻസസ് വരുന്നുണ്ട്. പ്രസൻറ്റ് ടെൻസ്, വർത്തമാനകാലം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം, അതായത് നമ്മുടെ വരാൻ പോകുന്ന കാലത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെയൊക്കെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് പാസ്റ്റ് ടെൻസും, അതിൽ 4 രീതിയിൽ ടെൻസസ് വരുന്നുണ്ട്. അതുപോലെ പ്രസൻറ്റ് ടെൻസ്, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രസൻറ്റ് ടെൻസ്. അതുപോലെ ഫ്യൂച്ചർ ടെൻസ്, അതായത് ഭാവി കാലം, നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഭാവി കാലം. ഇതിൽ ഓരോന്നിലും ഇപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അങ്ങനെ ഓരോ കാലത്തിലും 4 കാലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഒന്നും അറിയാത്ത, അതായത് ഇംഗ്ലീഷിനെ പറ്റി ABCD അറിയാത്ത ഒരാൾക്ക് പോലും ഈ ടെൻസസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് സെൻറ്റൻസ് ആയിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും. പിന്നെ കുറച്ച് ഗ്രാമർ മിസ്റ്റേക്സ് സാരല്ല, എന്നാലും നമുക്ക് ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ ടെൻസസ് പഠിച്ചിരുന്നാൽ മതി. മലയാളം മീഡിയത്തിൽ പഠിച്ചതാവട്ടെ, തീരെ ഇംഗ്ലീഷ് അറിയാത്തവരാവട്ടെ, ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും, സിമ്പിളായിട്ട്. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിന്ന് ടെൻസസ് എന്ന് പറഞ്ഞാൽ കാലങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒറ്റൊരു കാലമാണ്. ഒരു കാലം മാത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സാമാന്യ വർത്തമാന കാലം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സാമാന്യ വർത്തമാനകാലം, അതായത് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ നോക്കിയേ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോർമുലയാണ് I + U + they + we + V1. അതായത് I എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെയും യു എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെയും ദേ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ, അല്ലെങ്കിൽ വി, ഇതൊക്കെ സബ്ജക്ട്സ് ആണ്. കർത്താവ് I, യു, ദേ, വി, ഇതിൻ്റെ കൂടെയെല്ലാം വർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വരിക. അതിനാണ് V1 എന്ന് പറയാം, വർബിൻ്റെ 1ാമത്തെ രൂപം. നമുക്കിത് ഈസി പഠിക്കാൻ വേണ്ടിയിട്ടൊരു വേർഡുണ്ട്, അയ്യോ ദേവി എന്ന് ഓർമ്മിച്ചാൽ മതി. I, യു, ദേ, വി എന്നാണ്. പക്ഷെ നമുക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയാം, ഐ, യോ, ദേവി എന്ന് ഓർമ്മിക്കുക. ഇതിൻ്റെ കൂടെ വെർബിൻ്റെ ഏത് ഫോമാണ് വരിക, V1 എന്ന് വരും. അപ്പോൾ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ, യു എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ, ദേ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ, വി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ എന്ത് വരും, V1 വർബിൻ്റെ 1ാമത്തെ രൂപം വരും. ഇനി ഷീ, അവള്, ഹി, അവൻ, ഇറ്റ്, അത്, അതിൻ്റെ എല്ലാം വർബിൻ്റെ 1ാമത്തെ രൂപവും അതിൻ്റെ കൂടെ എസ്, ES, IES വരും. SES വരും. അപ്പോൾ ഇത് നമ്മുടെ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി സുരേഷ് ഗോപി ഷിറ്റ് പറയുന്നില്ലേ, ഷിഹി ഇറ്റ് ആണ്. നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ ഷിറ്റ് എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പോൾ വേർബിൻ്റെ 1ാമത്തെ രൂപത്തിൻ്റെ കൂടെ SES, IES എന്നിങ്ങനെ വരും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ വരക്കുന്നു, I draw. ഞാൻ വരക്കുന്നു എന്ന് എങ്ങനെ പറയും, നമ്മൾ തന്നിട്ടുണ്ട്. ഐയുടെ കൂടെ വർബിൻ്റെ 1ാമത്തെ ഫോം, വർബ് എന്ന് പറഞ്ഞാൽ ഡ്രോ. ഓക്കെ, I draw, ഞാൻ വരക്കുന്നു, I draw. ഇനി ദേ, അവർ വരക്കുന്നു ആണെങ്കിലോ, ദേ
ഡ്രോ എന്ന് പറയാം നമുക്ക്. ദേ ഡ്രോ, അതായത് സബ്ജക്റ്റ് ഐ ഞാൻ എന്നുള്ളെടുക്കുക, ദേ അവർ ആക്കി. അവർ വരക്കുന്നു എന്ന് എങ്ങനെ പറയും? ദേ ഡ്രോ. ഇനി നമ്മൾ വരക്കുന്നു, വി ഡ്രോ. ഇനി ഞാൻ വരക്കുന്നു അല്ലെങ്കിൽ നീ വരക്കുന്നു, അങ്ങനെ എങ്ങനെ? യു ഡ്രോ. അപ്പം ഐ ഡ്രോ, ദേ ഡ്രോ, യു ഡ്രോ ഒക്കെ എല്ലാം അതുപോലെ തന്നെ വരും. ഇനിയിപ്പോൾ അവൾ വരക്കുന്നു എന്നാണെങ്കിൽ ഷീ ഡ്രോസ്. കണ്ടാ? ഷീ സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ ഡ്രോസ്, അതായത് V1 വെർബിൻ്റെ ഒന്നാമത്തെ രൂപമായ ഡ്രോയിൻ്റെ കൂടെ എന്ത് വന്നു? എസ് വന്നു. അപ്പോൾ അവൾ വരക്കുന്നു, ഷീ ഡ്രോസ്. ഇനി അവൻ വരക്കുന്നു എന്നാണെങ്കിൽ ഹീ ഡ്രോസ്. ഓക്കെ. അപ്പോൾ ഐ, യു, ദേ, വി എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ഏതാണോ വെർബ് തന്നിരിക്കുന്നത്, വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. ഇനി ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ കൂടെ വെർബിൻ്റെ ഒന്നാമത്തെ രൂപം, അതിൻ്റെ കൂടെ എസ്, ഇ എസ് അല്ലെങ്കിൽ ഐ ഇ എസ് എന്നുള്ള രൂപത്തിലേക്ക് വരും. അപ്പോൾ ഐ ഡ്രോ, യു ഡ്രോ, ദേ ഡ്രോ, വി ഡ്രോ എന്ന് പറയും നമ്മൾ. ഇനിയിപ്പോൾ ഷീ ആണെങ്കോ ഷീ ഡ്രോസ്, ഹി ഡ്രോസ്. ഇനിയിപ്പോൾ നമ്മൾ ഞാൻ വരക്കുന്നു എന്നല്ലോ, ഞാൻ കളിക്കുന്നു എന്നാണെങ്കിലോ, ഞാൻ കളിക്കുന്നെങ്കിൽ ഐ പ്ലേ. അവർ കളിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്നതാണെങ്കിലോ ദേ പ്ലേ, വി പ്ലേ. ഞാൻ എഴുതുന്നു, ഐ റൈറ്റ്. അങ്ങനെ നമുക്ക് എല്ലാം വെർബിൻ്റെ ഫസ്റ്റ് ഫോമിൽ പറയാം. ഇനിയിപ്പം അവൾ എഴുതുന്നു എന്നാണെങ്കിലോ ഷീ റൈറ്റ്സ്, ഹീ റൈറ്റ്സ്. ഇനി അവൾ കളിക്കുന്നു എന്നാണെങ്കിലോ ഷീ പ്ലേസ്. അവൻ കളിക്കുന്നു എന്നാണെങ്കിൽ ഹീ പ്ലേസ്. അപ്പോൾ ഇതാണ് അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലം. വർത്തമാന കാലത്തിൽ ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാലമാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സാമാന്യ വർത്തമാന കാലം. ഐ, യു, ദേ, അവർ, ഞങ്ങൾ എന്നുള്ളതിൻ്റെ കൂടെ വർബിൻ്റെ ഒന്നാമത്തെ ഫോമും, ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ കൂടെ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമിൻ്റെ കൂടെ എന്ത് വരും? എസ്, ഇ എസ്, ഐ ഇ എസ് എന്ന് പറയാം. അപ്പോൾ ഇപ്പം അവൾ വരക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഞാൻ വരക്കുന്നു, ഐ ഡ്രോ. ഒന്ന് നമ്മൾ നോട്ടിൽ എഴുതി വെക്കുക, ഞാൻ വരക്കുന്നു, ഐ ഡ്രോ. ഇനി അവർ വരക്കുന്നു, ദേ ഡ്രോ. നമ്മൾ വരക്കുന്നു, വി ഡ്രോ. നീ വരക്കുന്നു, യു ഡ്രോ. ഇനി അവൾ വരക്കുന്നു, ഷീ ഡ്രോസ്. അവൻ വരക്കുന്നു, ഹീ ഡ്രോസ്. അങ്ങനെ ഈ ഡ്രോ മാറ്റുക, കുറേ വേർബ് എടുക്കുക. ഡ്രോ, പ്ലേ, ഡു, റൈറ്റ്, അങ്ങനെ വർക്ക്, അങ്ങനെ കുറേ വേർബ്സ് മാറ്റി നോക്കുക. എന്നിട്ട് ഇതുപോലെ മലയാളത്തിൽ എഴുതി വെക്കുക, ഞാൻ വരക്കുന്നു, ഐ ഡ്രോ. ഇനി ഞാനിൻ്റെ സ്ഥലത്ത് നീ വരക്കുന്നു, അവൻ വരക്കുന്നു, അവർ വരക്കുന്നു. അപ്പോൾ ഈ 4 സബ്ജക്റ്റിൻ്റെ കൂടെ വെർബിൻ്റെ ഒന്നാമത്തെ ഫോം, അതായത് ഡ്രോ എന്ന് മാത്രമേ വരുള്ളൂ. ഇനി ഈ 3 സബ്ജക്റ്റിൻ്റെ കൂടെ പറയുമ്പോൾ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമിൻ്റെ കൂടെ എസ് ഓർ ഇ എസ്, ഐ ഇ എസ് അങ്ങനെ വരും. ഇപ്പം ഞാൻ ചെയ്യുന്നു, ഐ ഡു. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് മാറ്റി നോക്കുക. എന്നിട്ട് ഈ 4 സബ്ജക്റ്റിൻ്റെ കൂടെ ഡ്രോ തന്നെ വരും. ഈ 3 സബ്ജക്റ്റിൻ്റെ കൂടെ പറയുമ്പോൾ ഡ്രോസ് വരും. ഇനി നമ്മൾ സബ്ജക്റ്റ് അവിടെ തന്നെ വെച്ച് വേർബ് മാറ്റുന്നു. ഇപ്പോൾ ഡ്രോ എന്നുള്ളതിന് വരെ നമ്മൾ കളിക്കുന്നു എന്നാണെങ്കിൽ പ്ലേ കൊടുക്കാം, ഡു കൊടുക്കാം, റൈറ്റ് കൊടുക്കാം. അങ്ങനെ ഓരോ വെർബ് മാറ്റി. അപ്പോൾ നമ്മൾക്ക് എത്ര എണ്ണം കിട്ടും? ഇവിടെ എത്ര സബ്ജക്റ്റ് ഉണ്ട്? 1, 2, 3, 4, 7 സബ്ജക്റ്റ് ഉണ്ട്. 7 സബ്ജക്റ്റ് വെച്ചിട്ട് 7 സബ്ജക്റ്റിൽ അപ്പോൾ നമുക്ക് 7 സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ 7 സെൻറ്റൻസ് ഉണ്ടാക്കുക. പിന്നെ വെർബ് മാറ്റിയിട്ട് അപ്പോൾ ഒരു 3-4 വെർബ് മാറ്റിയെടുക്കുമ്പോൾ നമുക്കൊരു 21 വേർഡ്സ് കിട്ടും. സിമ്പിൾ വേർഡ്സ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള 11 കാലങ്ങളും പഠിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ സെൻറ്റൻസുകൾ മേക്ക് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മളിത് പഠിക്കുന്നതിനോടൊപ്പം നമ്മളെ കുട്ടികളെയും ഇത് പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ഈ 12 സെൻറ്റൻസ് നല്ല രീതിയിൽ പഠിച്ചു.
വെച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ എല്ലാവരും ഓണമൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചോ? നിങ്ങൾ എന്തൊക്കെയാണ് ഓണത്തിന് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഓണമൊക്കെ എങ്ങനെയൊക്കെയാണ് ആഘോഷിച്ചത് എന്നുള്ളത് നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. പിന്നെ ടോക്ക് എന്ന് പറയാൻ, ഇന്നത്തെ ടോക്ക് എന്ന് പറയാൻ, സ്കൂൾ കഴിഞ്ഞ് അതായത് 10 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മോർണിംഗ് എഴുന്നേക്കാനൊക്കെ ഇച്ചിരി മടിയുണ്ടോ? എൻ്റെ മോൾക്കുണ്ട് കേട്ടോ. 10 ദിവസം നമ്മൾ വെക്കേഷൻ ആകുമ്പോൾ കുറേ ലേറ്റ് ആയിട്ടായിരിക്കും എഴുന്നേക്കുക. 2 ദിവസമായി എൻ്റെ കുട്ടി ഇച്ചിരി മടിയിലായിരുന്നു. നിങ്ങളുടെ മക്കൾക്കുണ്ടോ ഇങ്ങനെയുള്ള മടി? ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. നിങ്ങളുടെ കുട്ടികളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അവരുടെ കളികളും ചിരികളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.